ചേർപ്പ് BRC സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനം ആഘോഷിച്ചു. ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നടൻ നന്ദകിഷോർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് കരുണ എന്നാണ്. കല എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ കരുണ എന്ന് ചേർത്ത് വെച്ച് പറഞ്ഞെങ്കിൽ കലയ്ക്ക് അർത്ഥം ഉണ്ടാവില്ല. അറിവ് എന്ന പദത്തിന്റെ കൂടെ വേറൊരു പദം വെച്ച് ചേർത്ത് പറയുന്നത് അത് അരിവ് എന്നാണ്. അരിവില്ലാത്തവരുടെ അറിവ് കൊണ്ട് വലിയ പ്രയോജനമില്ല. അത് മനുഷ്യന് ഉപദ്രവകരില്ല. ഇപ്പൊ ലോകത്ത് കാണുന്നത് അറിയാം. നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നല്ല ജ്ഞാനമാണ്. എനിക്ക് പൂർണ്ണ ജ്ഞാനമില്ല. നമ്മുടെ ഈ ഇലക്ട്രോണിക് സാക്ഷരത കുറവാണ്. പക്ഷെ അതിലൂടെ നമ്മൾ കാണിക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ അതിന്റെ പ്രായഭേദമില്ല. ആര് കാണാൻ നമുക്ക് പേപ്പർ പത്രങ്ങളും മാധ്യമങ്ങളും കൊണ്ട് മനസ്സിലാവും. അതിൽ കൂടെ കാണിക്കുന്ന സംസ്കാരശൂന്യമായ അന്തസ്സാരശൂന്യമായ മനുഷ്യോപദ്രവകരങ്ങളായ പ്രവർത്തനങ്ങൾ അറിവിനൊപ്പം അരിവില്ലെങ്കിൽ കരുണയോടൊപ്പം കലയോടൊപ്പം കരുണയില്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾക്ക് ഉദാഹരണമാണ്. സംസ്ഥാന ജില്ലാ തലത്തിലെ കലാകായിക മേള വിജയികൾ, ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ചുണ്ടായ സ്കൂൾ തല മത്സര വിജയികൾ, ദേശീയതല കലാ ഉത്സവിൽ 3D ശില്പനിർമ്മാണത്തിന് സെലക്ഷൻ ലഭിച്ച ആദിദേവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CNN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കുട്ടികൾ വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിച്ചു. ശ്രീജിത്ത് വാര്യറാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. HM ഫോറം കൺവീനർ രാജീവ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. പരിശീലക സോണിയ വിശ്വം പദ്ധതി വിശദീകരണം നടത്തി. BPC KR ബിനി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ TG തോമസ് എന്നിവർ സംസാരിച്ചു.